ലിസ്റ്റ് പോലും വന്നിട്ടില്ല. ചൂരൽമല മുണ്ടകൈ കാര്യത്തിൽ പാളിച്ചകളുടെ നീണ്ട നിര സർക്കാരിന് സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെയുള്ള ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ ഞാനത് നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്, മന്ത്രിമാരോടും മുഖ്യമന്ത്രിയോടും നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും അവസാനം ഈ കഴിഞ്ഞ ദിവസം അസംബ്ലി സെഷനിൽ ഞാനൊരു ചോദ്യം ചോദിച്ചു. മുഖ്യമന്ത്രിയാണ് മറുപടി പറഞ്ഞത്. ഇവരുടെ ദിനപത്ത 3 മാസത്തേക്കാണ് കൊടുത്തത്. CMDRF ഫണ്ടുണ്ട്. സെൻട്രൽ ഗവൺമെന്റ് പെർമിഷൻ CMDRF ചെലവഴിക്കാൻ ഇവർക്ക് ആവശ്യമില്ലല്ലോ. ആ ദിനപത്തം ഒന്ന് കണ്ടിന്യൂ ചെയ്തൂടെ? ദിനപത്തം നിർത്തണമെങ്കിൽ ഇവര് ജീവനോപാധി തിരിച്ചു കൊടുക്കണ്ടേ? ജീവനോപാധി തിരിച്ചു കൊടുക്കാതെ ദിനപത്തം നിർത്തി. തികഞ്ഞ മനുഷ്യാവകാശ ലംഘനം. എത്രാമത്തെ മാസമാണ് ഈ തുടർ ചികിത്സയുടെ കാര്യമുണ്ട്? ഞാനതിന് പിറകെ നടന്നതാണ്. ഞാൻ അവസാനം ഒരു പരിധി കൂടെ കടന്ന് കലക്ടറോട് സംസാരിച്ചിട്ടുണ്ട്, മുഖ്യമന്ത്രിയോടും മന്ത്രി രാജനോടും സംസാരിച്ചിട്ടുണ്ട്, ആരോഗ്യമന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട്. 5ാമത്തെ മാസമാണ് അതിൻ്റെ ഗൈഡ് ലൈൻ തയ്യാറാക്കുന്നത്. എവിടെയായിരുന്നു ഇവർ? ഒരു ദുരന്ത സ്ഥലത്ത് ഒരു തുടർ ചികിത്സ നടത്താൻ ഒരു തീരുമാനമെടുക്കാൻ, സെർച്ചിങ്ങിൻ്റെ കാര്യത്തിൽ എന്തൊരു മോശം നടപടിയാണ് ഒരു സർക്കാർ എടുത്തത്. അങ്ങനെ നീണ്ട നിര. ഞാനതൊക്കെ പറയാതിരിക്കുകയാണ്. ഒത്തിരി കാര്യങ്ങളുണ്ട്. ഏകോപനം വളരെ മോശമായിട്ടാണ് പോകുന്നത്. ആ ഏകോപനം നല്ല രീതിയിലാക്കണം. 30 ലക്ഷം രൂപ ഒരു വീടിൻ്റെ എമൗണ്ട് നിശ്ചയിച്ചു. ഏത് കണക്കാണിത്? ഏത് എഞ്ചിനീയറിങ്ങിൻ്റെ കണക്കാണ് 30 ലക്ഷം രൂപ? വയനാട്ടിൽ 1000 സ്ക്വയർ ഫീറ്റ് വീടിന് 5 സെന്റും 10 സെന്റുമാക്കി ഈ ദുരന്തബാധിതരെ തരംതിരിച്ചത് ആരോട് ചോദിച്ചാണ്? എന്ത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? സർക്കാർ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചു എന്നുള്ളത് മാത്രം. ആ വീഴ്ചകൾ പരിഹരിക്കാനുള്ള ഇടപെടൽ ഉണ്ടാകും. ഒരു നിലവിൽ പോകുന്നത് വളരെ വേഗതയിലും കൃത്യതയിലുമാക്കാൻ സർക്കാരിന് നടപടി ഉണ്ടാവണം. ലിസ്റ്റ് ആദ്യം വേണ്ട പ്രൈമറി കാര്യം അതാണ്. ആദ്യത്തെ ലിസ്റ്റ് ഇറങ്ങിയപ്പോൾ ഡബിൾ എൻട്രിയും ട്രിപ്പിൾ എൻട്രിയും ആയി. ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ വരെ പറഞ്ഞു, പൂർത്തീകരിച്ച ലിസ്റ്റ്. ഞാൻ ഒരു കാര്യം പറയുന്നു, ഇത്രയും വലിയ ദുരന്തത്തിൻ്റെ ഒരു വ്യാപ്തിയും ആഘാതവും അത് പരിഹരിക്കാനുള്ള ശ്രമകരമായ കോർഡിനേഷൻ ദൗത്യവും സർക്കാരിൻ്റെ ഭാഗത്ത് ഗുരുതരമായിട്ടുള്ള പാളിച്ചയുണ്ട്. സർക്കാരിൻ്റെ പ്രയോറിറ്റി ഇന്ന് മറ്റു മേഖലകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രയോറിറ്റി, ദുരന്തബാധിതരായ ആളുകളുടെ പ്രയോറിറ്റി, അതായിരിക്കണം സർക്കാരിൻ്റെ മുൻഗണന. അതിലേക്ക് സർക്കാർ ഉത്തരവാദിത്വത്തോടു കൂടി മുന്നോട്ട് പോകണം എന്ന് വിനീതമായി അവരോട് അഭ്യർത്ഥിക്കുക.